നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. മലയാള സിനിമയിൽ ഇപ്പം വിവാദങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. കാരണം മാർക്കോ എന്ന സിനിമ കണ്ടിട്ട് പല കുട്ടികളും വഴിപിഴച്ചു പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വിവാദങ്ങൾ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടനവധി കൊലപാതകങ്ങൾ, ഇത്തരത്തിലുള്ള സിനിമകൾ അത് പ്രചോദനമാകുന്നു എന്ന തരത്തിൽ പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആവേശം എന്ന സിനിമയില് ഢാ മോനെ എന്ന് വിളിക്കുന്ന ആ ഒരു സീൻ അത് കുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ഉണ്ടാക്കി. മദ്യവും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടു. ഒരുപാട് ബ്രൂട്ടലായിട്ട് കൊലകൾ ചെയ്യുന്ന തരത്തിലുള്ള വയലന്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇതൊന്നുമല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അനശ്വര രാജന്റെ ഏറ്റവും പുതിയ സിനിമയിൽ അനശ്വര രാജന് അതിന്റെ പ്രൊമോഷൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാകും. സത്യത്തിൽ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി അവർ ചെയ്തെടുക്കുന്ന ചില സംഭവങ്ങളാണ്. കാരണം അത് ആൾക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ എത്താനും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാനും ഇതൊരു കാരണമാണ് എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പല പല ബിസിനസ് തന്ത്രങ്ങളാണല്ലോ ഇപ്പോൾ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മമ്മൂക്കാട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, അതായത് നമ്മുടെ ബസൂക്ക എന്ന സിനിമയുടെ ഒരു ഫോട്ടോയും അതോടൊപ്പം തന്നെ 2017 അനീഫ് എദാനി സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂക്കാടെ ദ ഗ്രേറ്റ് ഫാദർ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ മമ്മൂക്ക അതേ രൂപത്തിൽ അല്ലെ അതേ ഗെറ്റപ്പിൽ കാണുമ്പോഴത്തേക്ക് പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കും. കാരണം ഈ ഒരു മുതല് അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. കാരണം ഇന്ത്യൻ സിനിമ എന്നല്ല, ലോക സിനിമയിൽ തന്നെ ഇതുപോലൊരു അവതാരത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആണ് മമ്മൂക്ക എന്നുള്ളത്. മമ്മൂക്ക ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഓരോ ക്യാരക്ടറുകൾ അതുപോലെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത്. 2001 തൊട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകളാണ്. ഒരുപാട് നിരൂപകർ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഈ 2025 തുടക്കത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബസൂക്ക എന്ന ചിത്രം കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇതും മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ്. ഓരോ ദിവസവും ഇതിന്റെ ഓരോ അപ്ഡേഷൻ വരുന്നുണ്ട്, ഓരോ പോസ്റ്ററുകൾ ഇറക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയത്തിൽ നമുക്ക് അതിനെ തിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയും ഇറങ്ങിയിരുന്നു. മാസ് എന്ന് പറഞ്ഞാൽ പോരാ, കൊല മാസ് എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ഈ ഒരു മനുഷ്യൻ അതൊരു വല്ലാത്തൊരു ജീവി തന്നെയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെ. അതൊക്കെ നമുക്ക് അഭിമാനിക്കാം. കാരണം കേരളീയരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പലരും പറഞ്ഞിട്ടുള്ളത് ചുമ്മാ അല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇനി നമുക്ക് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ബസൂക്ക ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര മമ്മൂക്ക ജോഡിയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും വലിയൊരു വിജയമാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഈ ഒരു ചിത്രത്തിന് 100 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. അസർബൈജാൻ, ശ്രീലങ്ക, ദുബായ്, അതുപോലെ ഡൽഹി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിനകത്ത് ലാലേട്ടൻ ക്യാമിയോ റോളിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ വളരെ പ്രധാനപ്പെട്ട റോളിലാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ കഥയോ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഇവരെ ആരാണെന്ന് പോലും ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല, പേര് പോലും ഇട്ടിട്ടില്ല ഈ ചിത്രത്തിന്. മാർച്ച് 27 ലാലേട്ടന്റെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ലാലേട്ടന്റെ ആരാധകരെ ഞെട്ടിക്കുമോ ഇല്ലയോ എന്നറിയാൻ കാത്തിരിക്കുന്ന സിനിമയാണ് L2. അതിനു മുമ്പ് ലൂസിഫർ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. 16 വർഷത്തെ ഇടവേള ശേഷം ലാലേട്ടനും ശോഭനയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ കൂടെ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ബസൂക്കയുടെ പുതിയ അപ്ഡേഷനുകളും അതോടൊപ്പം തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും